ഗുഡ് വ്യൂവേഴ്സ്, വെൽക്കം ടു ജിൻസ. ഇന്ന് ഞങ്ങള് ഗരുഡ മാള് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇത് ബ്രിഗേഡിയർ റോഡുള്ള ഗരുഡ മാളാണ്, ബാംഗ്ലൂര്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാനും ഹസ്ബൻഡും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും മോളുമായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ കുട്ടികളായിട്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാല് അവിടെ നടക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പം ഭയങ്കര ഓട്ടമാണ്, ചാട്ടമാണ്. കണ്ണി കണ്ട പുല്ലും വൈക്കോലും ഒക്കെ പിടിച്ച് വലിക്കലും അതിൽ കിടന്ന് ഞാലിലൊക്കെ ഇതാ ഇവിടെ പിടിപ്പിച്ചിരിക്കുന്ന ചെടി ഫുള്ള് പിടിച്ച് വലിക്കലായിരുന്നു പണി. എവിടെയും നിൽക്കത്തില്ല, അടങ്ങി നിൽക്കത്തില്ല. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് ഒക്കെ പോകാൻ പറ്റും. ഇത് ഇവളുടെ പിന്നാലെ ഓടി 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 നടക്കലാണ് നമ്മുടെ പരിപാടി. എന്നാലും അതൊരു വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ആണ്, അതൊരു രസമാണ്. നമ്മൾക്ക് പെട്ടെന്ന് സമയം പോകുന്നതായിട്ട് തോന്നും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഫുഡ് കഴിച്ചു എന്നല്ലാതെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഇവളുടെ പിന്നാലെ തന്നെ ഓടൽ തന്നെയായിരുന്നു മെയിൻ പരിപാടി. പക്ഷെ എങ്കിൽ കൂടിയും ഞാനായാലും ഹസ്ബൻഡായിട്ട് നല്ലപോലെ എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് അവരെ തന്നെ മാനേജ് ചെയ്യാനായിട്ട്. കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വലിച്ചിടാനും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും അതൊരു രസമാണ്, അതൊരു എൻജോയ്മെന്റ് ആണ്, കുട്ടികളുള്ളവർക്ക് അറിയാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് മര്യാദയ്ക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു മിററിലാണ് കാണിച്ചത്. ഇത് അവിടെയുള്ളൊരു ടീ ബാറാണ്. കരിമ്പ് ജ്യൂസും ഒക്കെ നമുക്ക് അവിടെ കിട്ടും. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മെല്ലെ പയ്യെ ഇവളെയൊക്കെ കൈ പിടിച്ച് നടത്തി മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൾ നടക്കാൻ അത്ര ഫാസ്റ്റ് ആയിട്ടില്ല, മെല്ലെ മെല്ലെയാണ് നടക്കുന്നത്. അപ്പോൾ കൈയൊക്കെ പിടിച്ച് മെല്ലെ മെല്ലെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞങ്ങൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പം ഞങ്ങൾ എത്ര നേരം എടുത്തിട്ടാണെന്ന് അറിയാം ഇതിൻ്റെ അകത്തേക്കൊന്ന് എൻട്രി ആയത്. കാരണം വെച്ചാൽ ഇവള് മെല്ലെ കൈ പിടിച്ചിട്ടൊക്കെ അല്ലേ നടക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ വന്ന് വേഗം കയറി ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ കയറി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് കുറേയൊക്കെ നോക്കി ഡിസ്കൗണ്ട് നോക്കും. ചിലത് നമുക്ക് പിടിക്കൂല, ചിലത് റേറ്റ് നോക്കുമ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം നമ്മൾ വേണ്ടാന്ന് വയ്ക്കും, പിന്നെ എടുക്കാം, അല്ലെങ്കിൽ നോക്കട്ടെ എത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കണമെന്ന് വിചാരിക്കും. അങ്ങനെ ഒക്കെ ആലോചിച്ചിട്ട് വേഗം വേഗം ഷോപ്പിംഗ് ആയിരിക്കും നടക്കുക, ടൈം പോകുന്നതേ അറിയില്ല. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ബ്രിഗേഡ് റോഡാണ്. പിന്നെ 120ഓളം സ്റ്റോഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുമല്ലോ. ഇപ്പോൾ ഗൂഗിളുള്ള കാരണം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്. എന്തായാലും ഒരുപാട് ഷോപ്സ് ഉണ്ട്, മെയിൻ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക്, അതായത് ബ്രാൻഡഡ് ഐറ്റംസ് ഷോപ്പ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ്. അതിന് പറ്റിയൊരു മാളാണ് കേട്ടോ. ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധാരണ ബ്രാൻഡഡൊക്കെ വരുന്ന പ്രൈസസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. അപ്പം ബ്രാൻഡഡ് ക്ലോത്ത്സ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു പ്ലേസ് ആയിരിക്കും. പിന്നെ എല്ലാ ബ്രാൻഡും ഉണ്ടെങ്കിലും നമ്മുടെ സ്റ്റുഡിയോ ഇവിടെ ഇല്ല കേട്ടോ. സ്റ്റുഡിയോ ഇതിലില്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അധികം ക്രൗഡഡ് അല്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ തീരെ ക്രൗഡ് ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും കഷ്ടിച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നല്ലൊരു അനുഗ്രഹമായിരുന്നു. കാരണം മോളെയും കൊണ്ട് പോകുന്ന സമയത്ത് ഭയങ്കര റഷാണെങ്കിൽ ഭയങ്കര പാടാണ് പോകാനായിട്ട്. ഇതാകുമ്പോൾ നമുക്ക് കൈപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവളായിട്ട് ഫ്രീ ആയിട്ട് നടന്നോളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഓടാനായിട്ട് ഇഷ്ടപ്രകാരം സ്ഥലമുണ്ടല്ലോ, നല്ല വലിയൊരു മാളാണ്. അപ്പോൾ നമുക്ക് ഓടിക്കളിക്കാനായിട്ട് ഇഷ്ടപ്രകാരം സ്ഥലമുണ്ട്. പിന്നെ താഴെ ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സ്, നമ്മുടെ നൈക്കിൻ്റെ ഒക്കെ അതുപോലെ തന്നെ ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ എല്ലാം വാങ്ങിക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ്, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ പറയുക, മോളായിട്ടൊന്നും ജസ്റ്റ് പോവുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇതിന് മുന്നേ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞില്ല അധികം ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വന്നിരുന്ന് റിലാക്സ് ആയി ചില്ലായിട്ട് ഇരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ്. ഒരുപാട് ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ് ഒരു പുറത്തും അകത്തും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ക്ലോത്ത്സ് ഒക്കെ നോക്കി വാങ്ങിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നമ്മുടെ പ്രൈസായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കി അതുപോലെ നടന്ന് പോയി നോക്കാവുന്നതാണ്. 5 ഫ്ലോറാണ് ഇതിലുള്ളത്. 5 ഫ്ലോറിലുമായിട്ടാണ് പല പല ബ്രാൻഡുകളുള്ളത്. വലിയ വലിയ ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. നമുക്ക് തീരെ കയറിപ്പോലും നോക്കാൻ പറ്റാത്ത ബ്രാൻഡുകളുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും അവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നമുക്ക് ബ്രാൻഡുകൾ കേൾക്കാത്ത പല ബ്രാൻഡുകളുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ യൂഷ്വലി കിട്ടുന്ന ബ്രാൻഡുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ പേര് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. വളരെ വ്യത്യസ്തമായ പേരുകളാണ് പലതും. അതൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ മോള് കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ഫ്ലോറിലും ജസ്റ്റ് കയറി ഇറങ്ങി ഓരോ ഷോപ്പും ജസ്റ്റ് കണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അവൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം വെച്ചാൽ നടക്കാൻ ഇഷ്ടപ്രകാരം സ്ഥലമുണ്ട്. പിന്നെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. കുട്ടികൾക്ക് എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസിനോട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ സ്ക്രീൻ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവള് TV കാണുന്ന പോലെ നമുക്ക് സ്ക്രീൻ പ്ലേ കാണുമ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയി ചെന്ന് നോക്കും. പിന്നെ ഓരോന്ന് തൊടാനും പിടിക്കാനും എല്ലാം മുന്നിലുള്ള സ്റ്റോറുകൾ ഫുള്ള് ചില്ല് വെച്ചിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറുകളായതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കണ്ട എവിടെയെങ്കിലും പോയി വലിച്ചു വാരി ഇടുവോ എന്തെങ്കിലും നാശമാക്കുമോ എന്നൊന്നും വിചാരിക്കണ്ട. അപ്പം അങ്ങനെ ഒരു ധൈര്യത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വിടാം. പിന്നെ അധികം റഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് പോലെ പോയാൽ മതി. ഒരു തൃപ്തിയും ഇല്ല. അപ്പോൾ ഓരോ ഷോപ്പിൻ്റെ മുന്നിൽ എത്തിയിട്ട് അവിടെ ഓരോ ഫോട്ടോൻ്റെ അവിടേക്ക് എത്തുമ്പോൾ പോയി ചെന്ന് തോണ്ടി നോക്കും ഇവിടെ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരു കളറാണല്ലോ അവർ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു. ഇവൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് അങ്ങനെ ഒരു ഏരിയയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നൊക്കെ. ഒരുപാട് മാളുകളിൽ ഇവളെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയും ഫ്രീ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പറ്റിയത് ഇവിടെയാണ്. സാധാരണ എല്ലാ മോളും ഭയങ്കര റഷായിരിക്കും. നമുക്കറിയില്ല, ബാംഗ്ലൂർ ഒരുവിധം എല്ലാ മോളുകളും ഭയങ്കര റഷായിരിക്കും. പോയി വരാനൊക്കെ ഭയങ്കര പാടാണ്. ഒന്നാമത് ഭയങ്കര ദൂരമായിരിക്കും. പിന്നെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര റഷായിരിക്കും. തീരെ പോയി വരാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കുട്ടികളൊക്കെ കൊണ്ടുപോയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഫീഡിങ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിശന്നപ്പോൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളൊരു പ്രോൺസ് ബിരിയാണിയാണ് കഴിക്കുന്നത്. നല്ല യമ്മി ബിരിയാണി ആയിരുന്നു. അതിൽ പ്രോൺസ് ഒക്കെ കണ്ടു. ഞാൻ അടിക്കടിക്ക് ഫ്രണ്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മോള് ഫുള്ളത് കണ്ടപാട് പ്രോൺസ് ആണ് എടുത്ത് ജമ എന്ന് അടിച്ചുകൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ പ്രോൺസ് ഇങ്ങനെ ഫ്രണ്ടിൽ അവർ വെച്ചിരിക്കുക, അല്ലാതെ മിക്സ് ചെയ്തിട്ടിരിക്കായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രോൺസ് ബിരിയാണി കഴിച്ചു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിരുന്നു. ഞാൻ ജസ്റ്റ് വാഷ്റൂമിൽ പോയപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങോട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും പുലാത്തൽ തുടങ്ങി. ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു, പക്ഷെ ക്വാണ്ടിറ്റി വളരെ 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 കുറവായിരുന്നു. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബിരിയാണി ഒരു 3 എണ്ണം കഴിച്ചാലാണ് എൻ്റെ വയറ് നിറയുള്ളൂ. സത്യം പറയാലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം സെയിം തന്നെയാണ്. മൂപ്പർക്കും ക്വാണ്ടിറ്റി കൊണ്ട് മതിയായിട്ടില്ല. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഒരുപാട് ഫുഡ് കഴിക്കണമല്ലേ. എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരുപാട് ഫുഡ് കഴിച്ച് വയറങ്ങ് നിറച്ച് പൊട്ടിയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് നടക്കുകയൊക്കെ വേണമെങ്കിൽ നമ്മൾ ഭയങ്കര ടയേർഡാവും. അപ്പോൾ വയറ് നല്ലോണം ഫുള്ളായി കഴിഞ്ഞാലാണ് എനിക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തെല്ലാം കാണാനുള്ളൊരു എനർജി ലഭിക്കുകയുള്ളൂ. എന്തായാലും എൻ്റെ വയറ് അത്രയൊന്നും ഫുള്ളായിട്ടില്ല. പിന്നെ ഭയങ്കര കത്തി വില ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട, തൽക്കാലം നമുക്ക് ഇത് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ജസ്റ്റ് റോം ചെയ്തിട്ട് പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് ഞാൻ മൂപ്പരോട് പറഞ്ഞു. അപ്പോൾ മൂപ്പരും പറഞ്ഞു ശരി, അതാണ് നല്ലത്. കാരണം വെച്ചാൽ ഇനിയൊരു 2 ബിരിയാണി കൂടി ഓർഡർ ചെയ്യുമ്പോഴേക്കും ഒന്നാമത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇത് വന്നത്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് ശരിക്കും ക്ഷമ കിട്ടുപോയി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതൊക്കെ നടന്ന് കണ്ടപ്പോഴേക്കും നല്ലോണം വിശപ്പായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരുപാട് ലേറ്റ് ആയല്ലോ. പക്ഷേ ഫുഡ് നല്ല രസമുണ്ടായിരുന്നു. ക്വാണ്ടിറ്റി കുറവാന്നൊരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. ഇച്ചിരി കോസ്റ്റ്ലി ആണ്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെയാണ്. പിന്നെ നമ്മൾ അധികം ഒന്നും കറങ്ങാൻ നിന്നില്ല. നമ്മൾ ശരി പോകാം, ഇവിടെ ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് കാണാനോ. പിന്നെ ഷോപ്പൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഷോപ്പുകളാണ്, ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ല. പിന്നെ നമ്മൾ വാങ്ങിക്കാനായിട്ടല്ല പോയത്. ഞാൻ പറഞ്ഞില്ല, മോളായിട്ട് കുറച്ച് ജസ്റ്റ് ഒരു ഔട്ടിങ് ആ ഒരു രീതിയിലാണ് പോയത്.
മോൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ, കുറച്ച് നടന്ന് ഓടിച്ചാടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളെ കൊണ്ട് സാധിച്ചു. കുറേ നേരം അവൾ നടന്നു, കുറേ കഴിഞ്ഞപ്പോൾ അവൾ എടുത്തുകൊണ്ട് നടന്നു. എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഫീഡിങ്ങിനായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ ഇല്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഫീഡ് ചെയ്യാനായിട്ട്, അതുപോലെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ഒക്കെ ഒരു ഏരിയ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കുട്ടികളെയും കൊണ്ട് വരുന്ന സമയത്ത് ഭയങ്കര പാടാണ് നമുക്ക് ഡൈപ്പർ ചേഞ്ച് ചെയ്യാനും ഫീഡ് ചെയ്യാനൊക്കെ. ഇപ്പോൾ ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ സാധാരണ ബാത്റൂമിലെല്ലാം ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഇവർ നിൽക്കുന്ന ഒരു ഏജ്, കിടക്കുന്ന ഒരു ഏജ് ആണെങ്കിലും ബുദ്ധിമുട്ടാണ്. കാരണം കിടത്താൻ നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്ഥലം ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇവർ ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നിന്നിട്ട് മാറ്റുന്ന കുട്ടികളാണെങ്കിൽ പോലും നിൽക്കാനുള്ളൊരു ഏരിയ അവർക്ക് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വാഷ്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊക്കെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും നമുക്കറിയാലോ, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതൊരു അൺഈസിയാണ്, എനിക്ക് കംഫർട്ടബിൾ അല്ല ആക്ച്വലി. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഐ ആം ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദിസ് മാൾ. പക്ഷേ അല്ലാത്ത പക്ഷം നല്ലൊരു മാളാണ്, നമുക്ക് നന്നായി ഷോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു മാളാണ്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ കൂടിയും ബ്രാൻഡഡ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഷോപ്പിലേക്കും ഈ മാളിലേക്ക് സ്വസ്വാഗതം. പിന്നെ ഞങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഞങ്ങൾ മോളെയായിട്ട് മെല്ലെ പതിയെ ഇറങ്ങുകയാണ്. ഒരു ഫ്ലോറും എക്സ്പ്ലോർ ചെയ്ത് കണ്ട് ഇറങ്ങുകയാണ്. അവൾ കുറേ നടന്നപ്പോഴേക്കും പിന്നെ മതി, ഇനി നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടി വന്നു. അധികമൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.